വലിയൊരു മാറ്റമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ മുന്നണികളെല്ലാം വലിയ കണക്കുകൂട്ടലാണ് ഇപ്പോഴുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയ തുടർച്ചയും ട്രെൻഡും നിലനിർത്താൻ UDF കിണഞ്ഞ് പരിശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ അതേ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിയും നാണക്കേടും എങ്ങനെയെങ്കിലും കഴുകിക്കളയാനുള്ള തീവ്ര ശ്രമത്തിലാണ് CPM ഉള്ളത്. ഇതിനിടയിലാണ് BJP വരുന്നത്. എവിടെയെങ്കിലും കുറച്ച് സീറ്റുകൾ ഇപ്രാവശ്യം ഒപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച് BJP നേതാക്കളും അണിയറയിൽ സജീവമായി തന്നെ ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ എന്താണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങളെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനും കോൺഗ്രസിനും വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരമെന്ന അതിശക്തമായ ട്രെൻഡ് തന്നെയാണ്. ഈ ഭരണവിരുദ്ധ വികാരം വെറുതെ ഒന്നും ഉണ്ടായതുമല്ല, അത് സാധാരണക്കാരായ ജനങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമുണ്ടാക്കിയിട്ടുമുണ്ട്. അതായത് പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള പലവിധ ഭരണ പരിഷ്കാരങ്ങളും നയങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള എതിർപ്പുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കിയാൽ തന്നെ കാണാനും കഴിയും. വൈദ്യുതി ചാർജ് ഓരോ ദിവസവും എന്നോണം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. വീട്ടുകാരം വർദ്ധിപ്പിച്ചു, വെള്ളത്തിന്റെ ചാർജ് വർദ്ധിപ്പിച്ചു. ഇതിനെല്ലാം പുറമെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൂടിയാകുമ്പോൾ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാവുന്ന സാഹചര്യം ഉണ്ടായി. അടിസ്ഥാനപരമായിട്ടുള്ള സകല ചെലവുകളും വർദ്ധിക്കുക കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ PR തള്ളുകളെല്ലാം വരുന്നത്. അതായത് പിണറായി സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നവർ നടത്തുന്ന ഈ PR തള്ളുകൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതും കുറെ കാലമായി അവർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. കേരളം സ്വർഗമാണ്, ന്യൂയോർക്കിനേക്കാൾ മികച്ച റോഡുകളാണ് കേരളത്തിൽ എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് അവർക്ക് ബോധ്യവുമുണ്ട്. ഗണേഷ് കുമാർ പറഞ്ഞത് എല്ലാവരും കേട്ടതാണ്. പുതിയ KSRTC വന്നപ്പോൾ ഒരാൾ കാർ വിറ്റ് അതിൽ കയറാൻ വന്നു എന്നുള്ളത്. ഇങ്ങനെയുള്ള വലിയ വലിയ തള്ളലുകളും PR ഗിമ്മുകളും എല്ലാം ജനങ്ങൾ കൈയോടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് MA ബേബി ഒരു വീടിന്റെ അടുക്കളയിൽ പോയിട്ട് പാത്രം കഴുകുന്ന സാഹചര്യം ഉണ്ടായത്. സഖാക്കളൊക്കെ പെട്ടെന്നൊരു അയ്യപ്പ സംഗമം നടത്തി സ്വാമി ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നതും ഏച്ചുകെട്ടിയാൽ മുഴിച്ചിരിക്കുമെന്ന് പറയുന്നൊരു പഴയ പ്രയോഗം നമ്മുടെ നാട്ടിലുമുണ്ട്. നിലവിൽ കേരളത്തിലെ CPMന്റെ അവസ്ഥ ഏതാണ്ട് അത് തന്നെയാണ്. പക്ഷെ അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, MA ബേബി പാത്രം കഴിവതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. കാരണം നമ്മൾ കഴിക്കുന്ന പാത്രം നമ്മൾ തന്നെ കഴുകുന്നതാണ് മാന്യത എന്ന് പറയുന്നത്. അതൊരു ഭാഗത്ത് വിമർശനങ്ങളും അതുപോലെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും അങ്ങനെയല്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ CPM എന്താണോ അല്ലെങ്കിൽ സഖാക്കൾ എന്താണോ അത് മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ CPMന് കേരളത്തിൽ നിന്നും ജയിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ അവരുടെ അടിസ്ഥാനപരമായ ഇടതുപക്ഷ സംഹിതകളിൽ നിന്നും പൂർണ്ണമായും മാറിപ്പോയിരിക്കുന്നു. ഇടതുപക്ഷ മൂല്യങ്ങൾ വിട്ട് വലതുപക്ഷ വ്യതിയാനത്തോടൊപ്പം ചേർന്ന് സംഘപരിവാറിന് കളമൊരുക്കുന്ന വിധത്തിലേക്ക് പല ഇടപെടലുകളും CPM നടത്തുന്നു എന്നുള്ളതാണ് സത്യവും. ഇതിന് ആദ്യത്തെ ഉദാഹരണമായി നമുക്ക് ജോൺ ബ്രിട്ടാസിനെ തന്നെ നോക്കാം. അദ്ദേഹം എങ്ങനെയാണ് ഒരു ബ്രിഡ്ജായി മാറിയത്? അതായത് PM ശ്രീ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പാലമായി അദ്ദേഹം മാറി എന്നുള്ളതാണ് ആരോപണങ്ങളെല്ലാം. അതുപോലെ തന്നെ RSS നേതാവ് ദത്താത്രേയ ഹൊസപിള്ളയെ കാണാൻ വേണ്ടി കേരളത്തിന്റെ പോലീസ് മേധാവി നേരിട്ട് ചെന്നതും വലിയ വിവാദമായതാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് പോലീസ് മേധാവിയെ അയച്ചത് പിണറായി വിജയനാണെന്ന് അന്ന് തുടർന്നടിച്ചത് PV അൻവർ ആയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയൊരു ചിന്താഗതി തന്നെ ഉണ്ടാവുകയും ചെയ്തു. അല്ലെങ്കിൽ ചിന്താഗതി വന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവരല്ല, ഇവർ വെറും കച്ചവടക്കാരെന്ന ബോധ്യം ജനങ്ങളിൽ ശക്തമായിരിക്കുകയാണ്. മുതലാളിത്തത്തിനെതിരെ വേദിയിൽ കയറി പ്രസംഗിക്കുകയും എന്നാൽ അണിയറയിൽ മുതലാളിമാർക്കൊപ്പം നടക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവർക്ക് ഇപ്പോഴുള്ളത്. വർഗീയതക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുകയും എന്നാൽ വർഗീയവാദികളെ തോളിലും കാറിലും എടുത്ത് നടക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കും ഒപ്പം എന്ന് പറയുമ്പോൾ, അതായത് 24 മണിക്കൂറും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് മണിക്കൂറോളം മുദ്രാവാക്യം മുടക്കുകയും മറുവശത്ത് സംഘപരിവാറിന് വേണ്ടി വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ കളമൊരുക്കി കൊടുക്കുകയും ചെയ്യുന്ന രീതി തീവ്ര ഹിന്ദുത്വവാദികൾക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധർക്കും സ്പേസ് കൊടുക്കുന്ന സർക്കാരിന്റെ സമീപനം ജനങ്ങൾ നന്നായി തിരിച്ചറിയുന്നുമുണ്ട്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത്. അല്ലാതെ ഇപ്രാവശ്യം കേരളത്തിൽ വികസനം ഒരു വലിയ ചർച്ചയാക്കാൻ സാധ്യതയൊന്നുമില്ല എന്ന് അങ്ങനെ തന്നെയാണ് പലരും പറഞ്ഞു വെക്കുന്നത്. കാരണം വികസനവുമായി ബന്ധപ്പെട്ട് CPMന്റെ ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരിനെയും അതിലേക്ക് വലിച്ചിഴക്കേണ്ടി വരും. അത് BJPക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള ചർച്ചകളിലേക്ക് മാറാനുള്ള സാധ്യതകളുമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ കാണുന്ന വലിയ വികസനം എന്ന് പറയുന്നത് 6 വരി ദേശീയപാതയാണ്. എന്നാൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി അല്ല എന്ന് ഇന്ന് സാധാരണക്കാർക്ക് പോലും അറിയുന്ന കാര്യമാണ്. കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമാണിതെന്നും സംസ്ഥാന സർക്കാരിന് അതിലൊരു ചെറിയ റോൾ മാത്രമേ ഉള്ളൂ എന്നതും വ്യക്തമായ കാര്യമാണ്. അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് അവർ അവകാശപ്പെടുമ്പോഴും പണ്ട് അതേ പദ്ധതിയൊക്കെ തകർക്കാൻ CPM തന്നെയാണ് തുരങ്കം വെച്ചിട്ടുള്ളതെന്ന് ചരിത്രം പറയുന്നത്. അപ്പോൾ CPMന്റെ ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാകുന്നുമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെതായി എടുത്തു പറയാൻ കഴിയുന്ന ജനക്ഷേമപരമായ ഒരു പദ്ധതി പോലും നിലവിലില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്.
ഇലക്ഷന് തൊട്ട് മുന്നേ റോഡുകളിലെ കുഴിയടയ്ക്കുന്നതും പാച്ച് വർക്ക് ചെയ്യുന്നതും കണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് കരുതുന്നതിനെ മൗഢ്യം കൂടിയാണ്. 3 മാസം മാത്രം ഭരണം ബാക്കി നിൽക്കെ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ വെറും കണ്ണിൽ പൊടിയിടാനുള്ളതാണെന്നും ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോഴും ഒരു ഭാഗം CPM അനുകൂലികൾ അല്ലെങ്കിൽ സൈബർ വെട്ടിക്കളികൾ ഏറ്റവും മികച്ച ബജറ്റാണ്, ഇനി കേരളത്തിൽ ഇതുപോലൊരു ബജറ്റ് വരാനേ ഇല്ല, ഇനി ഇങ്ങനൊരു ബജറ്റ് വരികയുമില്ല എന്നൊക്കെയുള്ള തള്ളുകൾ നടത്തുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബജറ്റ് വെറും കണ്ണിൽ പൊടിയടക്കം മാത്രമാണ്. അടുത്ത ഏത് സർക്കാരാണോ വരുന്നത് അവർ നടത്തുന്ന ബജറ്റാണ് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളത്. ടൂറിസം മേഖലയുടെ കാര്യം എടുത്താൽ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് വലിയ വികസനം നടത്തുന്നുവെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ടൂറിസം സൗഹൃദ അന്തരീക്ഷം കേരളത്തിൽ പലയിടത്തും തകർന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ആഭ്യന്തര വകുപ്പിന്റെ കാര്യമാണെങ്കിലും അതിലും വലിയ കഷ്ടമാണ്. ജനങ്ങളുടെ അടുത്ത് പോയി പിണറായി വിജയൻ മികച്ച ആഭ്യന്തരമന്ത്രിയാണെന്ന് പറഞ്ഞാൽ അവർ സഹിക്കില്ല. കാരണം ഈ സർക്കാരിൽ ഏറ്റവും മോശം വകുപ്പായിട്ട് അല്ലെങ്കിൽ വകുപ്പായിട്ട് ജനം ആഭ്യന്തര വകുപ്പിനെ കാണുന്നുണ്ട്. പോലീസുകാർ സാധാരണക്കാരെ തല്ലുന്നതും സ്റ്റേഷനിലെത്തുന്നവരോട് മോശമായി പെരുമാറുന്നതും വാഹന പരിശോധനയുടെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നതും വണ്ടി നിർത്തിയില്ലെങ്കിൽ വയർലെസ് സെറ്റ് കൊണ്ട് മണ്ടക്കടിച്ച് വീഴുന്നതുമൊക്കെ പതിവ് കാഴ്ചകളാണ്. സമസ്ത മേഖലയിലും സർക്കാരിന് വേണ്ടി വലിയ തിരിച്ചടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളം സ്വർഗമാണെന്ന പ്രചരണം ഇനി അങ്ങോട്ട് വില പോവുകയുമില്ല. പെൻഷൻ വർദ്ധിപ്പിച്ചത് പാവപ്പെട്ടവർക്ക് നല്ലത് തന്നെയാണ്, പക്ഷെ അത് ആരും എതിർക്കുന്നുമില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് കരുതുകയും വേണ്ട. വർഗീയത കേരളത്തിൽ ഇത്തവണ വലിയ ചർച്ചയാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പേര് പറഞ്ഞ് കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കാൻ നോക്കിയ CPMന്റെ നീക്കം അവർക്ക് തന്നെ തിരിച്ചടിയായി കൂടി മാറിയിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തെ മുഴുവൻ തീവ്രവാദികളെ ചിത്രീകരിക്കുന്ന വിധത്തിലുള്ള പ്രചരണം മലബാർ മേഖലയിൽ CPMന് വൻ തിരിച്ചടികൾ ഉണ്ടാക്കിയിട്ടുമുണ്ടാകും. ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിലേക്ക് വലിയ തോതിൽ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടാനും പോവുക തന്നെയാണ്. BJPയുടെ കാര്യം നോക്കിയാൽ അവർ 36 സീറ്റിലൊക്കെ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുന്നത് വെറും വാക്കുകൾ മാത്രമാണ്. കേരളം അത്രയും അധപതിച്ചൊരു നാടായി മാറുമെന്ന് നമ്മൾ ഒരിക്കലും കരുതുന്നില്ല. കാരണം വർഗീയതയ്ക്ക് സ്പേസ് കൊടുക്കുന്ന ഒരു നാടായി കേരളം മാറുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അതായത് നമുക്കിവിടെ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങളെ തല്ലി ഓടിക്കാനും സാന്താക്ലോസിനെ കത്തിക്കാനും ഹനുമാൻ സേനയും മറ്റും ഇറങ്ങുന്ന നാടായി കേരളം മാറില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷയുമുള്ളത്. ന്യൂനപക്ഷങ്ങളുടെ വലിയൊരു പിന്തുണ ഇത്തവണ UDFന് ലഭിക്കുമെന്നാണ് UDF തന്നെ കണക്കൂടുന്നത്. കാരണം ഏകദേശം 106 മുതൽ 115 സീറ്റുകൾ വരെ UDFന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. CPMന്റെ BJP അനുകൂല നിലപാടുകൾക്കും വിദ്വേഷ പ്രചരണങ്ങൾക്കും ജനങ്ങൾ മറുപടി നൽകുമെന്ന് തന്നെയാണ് UDFും പറയുന്നത്. വെള്ളാപ്പള്ളിയെ പോലുള്ള അവരെയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്നതിന് CPMന് ഇത്തവണ വലിയ ശിക്ഷ തന്നെ കിട്ടാൻ പോവുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയവും അഴിമതികളും CPMന് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. പിണറായി വിജയൻ ധൂർത്തിന്റെയും ധിക്കാരത്തിന്റെയും ഭാഷയായി മാറിയെന്നാണ് ജനസംസാരവും. ഭരണവിരുദ്ധ വികാരം അതിന്റെ പീക്കിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ജനം സ്വാഭാവികമായും UDFന് തന്നെ വോട്ടും ചെയ്യും. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഉത്തരേന്ത്യയിലെ സാഹചര്യങ്ങൾ കണ്ട് വലിയ ഭയത്തിലുമാണ്. അവർക്ക് പ്രത്യാശയുടെ ഏക തുരുത്ത് UDF ആണ്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ ക്രൈസ്തവ വോട്ടുകൾ UDFന് ഗുണകരമാകുമെന്നാണ് UDFും കണക്കുകൂട്ടുന്നത്. തെക്കൻ കേരളത്തിൽ BJP ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെങ്കിലും അത് CPMന്റെ വോട്ടുകൾ ചോരുന്നതിലൂടെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. മതേതര ഹൈന്ദവ വിശ്വാസികളും ഇത്തവണ കോൺഗ്രസിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് സംസാരവും. VD സതീശൻ UDF ക്യാമ്പിനെ മികച്ച രീതിയിൽ നയിക്കുന്നുമുണ്ട്. വലിയ അട്ടിമറികളോ സ്കാമുകളോ സംഭവിച്ചില്ലെങ്കിൽ UDF ഇത്തവണ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കണക്ക് കൂട്ടുന്നത്. ഇനിയുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവരെ കുടുക്കിയ കേസുകളാണ്. അതായത് കള്ളക്കേസ് അടക്കമുള്ളവ നോക്കിയാൽ തന്നെ അതും ജനം പൊച്ചിച്ചു തള്ളുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇത്തവണ കേരള രാഷ്ട്രീയ സാഹചര്യം UDFന് വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. ഭരണ തുടർച്ച എന്ന സ്വപ്നം CPMനെ സംബന്ധിച്ച് ഇത്തവണ അസാധ്യമായ ഒന്നായിട്ടാണ് കാണപ്പെടുന്നതും അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്നതും. BJPക്ക് 5-ൽ താഴെ സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ അത് CPM വോട്ടുകൾ മറയുന്നതിന്റെ ഭാഗമായി കൂടി മാത്രമായിരിക്കും. കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം UDFിലൂടെ സംഭവിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് മുതലാളിത്തത്തിന്റെയും വർഗീയ പ്രീണനത്തിന്റെയും പാതയിലേക്ക് മാറിയ CPMന് ഇത്തവണ വലിയ തിരിച്ചടി തന്നെ നേരിടേണ്ടി വരും. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ അവഗണിച്ച് PR തള്ളുകളിൽ അഭയം പ്രാപിച്ച പിണറായി സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പ് ഒരു പാഠം കൂടിയായിരിക്കും.